സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർച്ചയായ അവഗണനയും പരിഹാസവുമാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് G സുധാകരൻ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. വലിയ രാഷ്ട്രീയ കോളിളക്കത്തിന് വഴിവെച്ചിട്ടുണ്ട് സുധാകരന്റെ ഈ തുറന്നു പറച്ചിലുകൾ. G സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ കാരണം MV ഗോവിന്ദന്റെ അവഗണനയോ എന്നുള്ളത് നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയാണ്. സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച കാര്യങ്ങളും ആ വീഡിയോയും ഒക്കെ അത്തരത്തിലുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. എന്തായാലും ജോയ് മോൻ ഇത് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജനങ്ങൾക്ക് ഇതിന് പറയാനുള്ളത് എന്ന് നോക്കാം. CPIM-നും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായാണ് G സുധാകരൻ ഇന്ന് രംഗത്ത് വന്നത്. പാർട്ടിയിൽ തനിക്ക് മതിയായ പരിഗണന ലഭിക്കുന്നില്ല, തന്നെ അവഗണിക്കുന്നു, പാർട്ടി സെക്രട്ടറിയുടെ പരിഹാസം, ഇതെല്ലാം കാരണമാണ് താൻ പാർട്ടി അംഗത്വം പുതുക്കാത്തതെന്നാണ് G സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. G സുധാകരൻ പുറത്തു പോകാൻ കാരണം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോ? ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കൃത്യമായിട്ട് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു ഏകാധിപത്യ സ്വഭാവം, ഒരു ധാർഷ്ട്യം, അത് പല നേതാക്കന്മാർക്കും വിവേകമുള്ള, കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന, അതിൻ്റെ ആദർശങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാർ അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടി സെക്രട്ടറി ഒരു പാവം മാത്രമാണ്. അതിൻ്റെ ചിലട് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ച് പാർട്ടി നല്ലൊരു തീരുമാനം എടുക്കും. പുള്ളിയും അംഗത്വമൊന്നും പിൻവലിക്കില്ല, എടുക്കും. പാർട്ടിയിൽ എക്കാലത്തും അസാലസ്യങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, അത് പാർട്ടിക്കുള്ളിൽ തന്നെ അവർ പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരിൽ നിന്നും പല പ്രതികരണങ്ങളും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. ആ വീഴ്ചകളും പോരായ്മകളും മനസ്സിലാക്കി അവർ മുന്നോട്ട് പോയാൽ പാർട്ടി കുറെ കൂടി ശക്തമായിട്ട് വരും. പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്യേണ്ട കേസാണ് ഇത്. പുറത്തു വിടാൻ പാടില്ലായിരുന്നു. അതാണ് കറക്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടം. ഇത് വെറുതെ ചട്ടക്കൂട്ടോ ഇല്ല, ഒന്നുമില്ല. പുള്ളിയൊക്കെ നല്ല നേതാവല്ലേ, സ്ട്രോങ് നേതാവല്ലേ. ഏതായാലും പുതുക്കാറൊന്നും ഇരിക്കൂല, തീർച്ചയായിട്ടും അത് പുതുക്കും, അത് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. രാഷ്ട്രീയക്കാരെല്ലാം അധികാരമോഹികളാണ്. സ്ഥാനം കിട്ടൂലെന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടിയിൽ ചാടും. അത് സ്വാഭാവികമാണ്, കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കണമെന്നാണ് ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ജോയ് മോൻ ജോസ്, ന്യൂസ് മലയാളം. അതെ.